യെസ് മക്കളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സ്പീഡും വെലോസിറ്റിയും. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ സ്പീഡും വെലോസിറ്റിയും എന്താണ്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വേഗത എന്നും വെലോസിറ്റി എന്ന് പ്രവേഗം എന്നും പറയും. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, അതായത് ഒരു വസ്തുവിന്റെ യൂണിറ്റ് സമയത്തിലുള്ള സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരത്തിന് നിരക്കിനെയാണ് എന്ത് പറയുന്നത്, വെലോസിറ്റി എന്നെങ്കിൽ. രണ്ട് ഇക്വേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, അതിൽ ഓൾറെഡി സ്കെയിലർ എന്താണെന്നും വെക്ടർ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എളുപ്പമാർഗമുണ്ട്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എസ് അല്ലേ, എസ് എന്ന് പറഞ്ഞാൽ സ്കെയിലർ അല്ലേ. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കെയിലർ അല്ലെങ്കിൽ അതിശ അളവെന്നും, വെക്ടർ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി, അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി ഒരു സദിശ അളവെന്നും പറയാം. രണ്ടിന്റെ യൂണിറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്റ്റൻസിന് യൂണിറ്റ് എന്താ മക്കളെ, മീറ്റർ എങ്കിൽ ടൈമിന് യൂണിറ്റ് എന്താ, സെക്കൻഡ്. അപ്പൊ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കൂടെ വലിയ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ. അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ, കാരണം രണ്ടിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മുടെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിലെ ഒരു ഒബ്സർവ് ദ depiction of a path taken by a person, he moves from A to C through B. അതായത് ഒരു പാത്ത് ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ, എന്ന് സിയിലേക്ക് എത്തി, ഏത് വഴി, ബി വഴി. ഒന്നാമത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദി സ്പീഡ്, അയാളുടെ വേഗം കണക്കാക്കുക. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി, പ്രവേഗം കണക്കാക്കുക. ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ഈസ് വെലോസിറ്റി ഇഫ് ഹി റിട്ടേൺ ബാക്ക് ടു എ, അതായത് എയിന്ന് ബി വഴി സിയിലേക്ക് എത്തി, തിരിച്ച് സിന്ന് എയിലേക്ക് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വെലോസിറ്റി കണക്കാക്കുക. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ നിന്നും ചോദ്യം കണ്ടേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊന്ന് ആൻസർ ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ, അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ സ്പീഡ്. സ്പീഡ് എന്താ മക്കളെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ദൂരം ഡിവൈഡ് ബൈ സമയം. അതായത് നോക്കുക, എയിൽ നിന്നും ബി സി മൊത്തം എത്രയാ, 20 മീറ്റർ, 60 മീറ്റർ, മൊത്തം 80 മീറ്റർ. എത്ര സമയം കൊണ്ട് പറഞ്ഞേക്കണത് നോക്കുക. സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 സെക്കൻഡ്, ഇവിടെ എത്രയാ 6 സെക്കൻഡ്, മൊത്തം എത്രയാ 10 സെക്കൻഡ് കൊണ്ട്. അപ്പൊ 80 ഡിവൈഡ് ബൈ 10, ആൻസർ എത്രയാ, 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? അതിലെ അതായത് ആ 0 കട്ട് ചെയ്യുക, 8/1 8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ചോദ്യം ശ്രദ്ധിക്കുക, എ ടു ബി ത്രൂ എന്താ പോയേക്കണേ, സി വഴി അല്ലെ, വളഞ്ഞല്ലേ പോയേക്കണേ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം. അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കണത്, എയിൽ നിന്നും ബി വഴി പോയി സിയിലെത്തി. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിൽക്കണം എവിടെയാ, സിയിൽ. അവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ദൂരം വരച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 70 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഇതിൽ സമയം നന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് മൊത്തം എടുത്ത ടൈം എത്രയാണോ, 6 4 10 അല്ലേ, അത് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടണത്, 70 ഡിവൈഡ് ബൈ 10, എത്ര കിട്ടിയ ആൻസർ, 7 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മക്കളെ ഒരു ചോദ്യം ഇവിടെ നിന്ന് മനസ്സിലാക്കുക, വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കുറവായതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ വരാറില്ല. ഓക്കെ അല്ലേ, സെയിം ആവാം, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കൂടുതൽ വരാറില്ല. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടി, 7 മീറ്റർ പെർ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിക്കുക. ഇനി ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഇപ്പൊ എ ബി സി തിരിച്ചെന്ത് ചെയ്തു, എയിലേക്ക് റിട്ടേൺ ചെയ്തു. ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്പീഡും വെലോസിറ്റിയും വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിൽക്കുന്നത് എവിടെയാ, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്താണ്, സെയിം ആയതുകൊണ്ട് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ, എന്താ ചെയ്തേക്കണേ, എന്ന് ബി വഴി സി വഴി തിരിച്ചെന്തിലേക്ക് എത്തി, എയിലേക്ക് എത്തി. അപ്പൊ അവിടെ എന്തില്ല, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും അവിടെ എന്താണ്, സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും, 0. ഓക്കെ അല്ലേ? ഓക്കെ.